ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് റീജിയൻസ് ഇൻ ദ കോംപ്ലക്സ് പ്ലെയിൻ. നമ്മൾ റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റുകൾ, സബ്സെറ്റുകൾ, നെയ്ബർഹുഡ്സ്, ഓപ്പൺ സെറ്റ്, ക്ലോസ്ഡ് സെറ്റ്, ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന് ഈക്വാലൻ്റ് ആയിട്ടുള്ള കോംപ്ലക്സ് പ്ലെയിനിലുള്ള ആൾക്കാരെയാണ് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. സോ ആദ്യം നമ്മൾ പഠിക്കുന്നത് എന്താണ് ഓപ്പൺ ഡിസ്ക് സെൻറ്റേർഡ് അറ്റ് എ പോയിൻറ്റ് ഓർ സർക്കുലർ നെയ്ബർഹുഡ് ഓഫ് എ പോയിൻ്റ് എന്താണ് എന്നാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. സോ ലെറ്റ് z നോട്ട് ബി എ കോംപ്ലക്സ് നമ്പർ ആൻഡ് ലെറ്റ് എപ്സിലൺ ബി എ പോസിറ്റീവ് നമ്പർ. ദെൻ an open disk centered at z naught or an epsilon neighborhood of z naught is defined as set of all z element of C such that absolute value of z minus z naught modulus of z minus z naught is less than epsilon. അപ്പോൾ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മോഡുലസ് ഓഫ് z മൈനസ് z നോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ z നോട്ടും z തമ്മിലുള്ള ഡിസ്റ്റൻസ് it should be less than epsilon. So this epsilon neighborhood of z naught means the collection of all the complex numbers which is at a distance, which is within a distance epsilon from z naught. z നോട്ടിൽ നിന്ന് എപ്സിലൺ ഡിസ്റ്റൻസിനുള്ളിൽ വരുന്ന എല്ലാ കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെയും കൂടി കളക്ഷനെയാണ് നമ്മൾ എപ്സിലൺ നെയ്ബർഹുഡ് ഓഫ് z നോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവരെ മുമ്പ് നമ്മൾ റിയൽ ലൈനിലാണ് ഉണ്ടായിരുന്നത്. സോ ഇഫ് യു ടേക്ക് എ പോയിൻ്റ് ഇൻ ദ റിയൽ ലൈൻ, ഈ പോയിൻ്റിൽ നിന്ന് സേ ദിസ് ഇസ് എ, ഈ പോയിൻ്റിൽ നിന്ന് എപ്സിലൺ ഡിസ്റ്റൻസിന് ഉള്ളിലുള്ള റിയൽ നമ്പേഴ്സിൻ്റെ കളക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് രണ്ട് രീതിയിലേ ഇവിടെ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. എയ്തർ ടു ലെഫ്റ്റ് ഓർ ടു റൈറ്റ്. സോ എയിൽ നിന്ന് നമുക്ക് എപ്സിലൺ ഡിസ്റ്റൻസ് വരെ റൈറ്റിലേക്ക് മൂവ് ചെയ്യാം. അങ്ങനെ നമ്മൾ ട്രാവൽ ചെയ്താൽ വി വിൽ റീച്ച് അറ്റ് എ പ്ലസ് എപ്സിലൺ. അതല്ലെങ്കിൽ എയിൽ നിന്ന് എപ്സിലൺ ഡിസ്റ്റൻസ് വരെ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യാം. സോ വി വിൽ റീച്ച് അറ്റ് എ മൈനസ് എപ്സിലൺ. സോ ഈ ഓപ്പൺ ഇൻറ്റർവൽ എ മൈനസ് എപ്സിലൺ എ പ്ലസ് എപ്സിലണിലുള്ളവരെയാണ് നമ്മളൊരു റിയൽ ലൈനിനെ സംബന്ധിച്ചിടത്തോളം എപ്സിലൺ നെയ്ബർഹുഡ് എന്ന് വിളിച്ചിരുന്നത്. പക്ഷേ ഇപ്പം നമ്മളൊരു ലൈനിലല്ല, വി ആർ ഇൻ എ പ്ലെയിൻ. സോ ലെഫ്റ്റും റൈറ്റും മാത്രമല്ല, ഈ എയുടെ ചുറ്റുപാട് ഇവിടെ ഫുൾ നമുക്കിതിന് ചുറ്റും മുഴുവനും ട്രാവൽ ചെയ്യാനുള്ള പെർമിഷൻ നമുക്ക് കൂടിയുണ്ട്. ഓക്കെ, സോ എന്താണ് ഈ എപ്സിലൺ നെയ്ബർഹുഡിൻ്റെ ജോമെട്രി എന്ന് നമുക്ക് കാണാം. സപ്പോസ് ദിസ് ഈസ് ദ പോയിൻറ്റ് z നോട്ട്. ഓക്കെ, സോ ഇതാണ് നമ്മൾ എടുക്കുന്ന z എങ്കിൽ ഈ ഒരു ലൈൻ സെഗ്മെൻറ്റിൻ്റെ ലെങ്ത്താണ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് z മൈനസ് z നോട്ട് ഓർ മോഡുലസ് ഓഫ് z മൈനസ് z നോട്ട്. ഈ ഡിസ്റ്റൻസിന് എപ്സിലൺ വരെ പോവാൻ പെർമിഷൻ ഉണ്ട്, ഈക്വൽ ടു എപ്സിലൺ ആവരുത്. സോ അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ഓൾ ദ പോയിൻറ്റ്സ് within the circle with center at z naught and radius epsilon. ഈ ഒരു സർക്കിളിൻ്റെ ഉള്ളിലുള്ള എല്ലാ പോയിൻറ്റ്സുമാണ് നമുക്ക് കിട്ടുന്നത്. സോ ആക്ച്വലി വി ആർ ഗെറ്റിംഗ് ആൻ ഓപ്പൺ ഡിസ്ക്. അതായത് നമുക്ക് ഈ ബൗണ്ടറി ഇല്ല, അതിനുള്ളിലുള്ള ആൾക്കാരാണ് നമ്മുടെ കളക്ഷനിലുള്ളവർ. സോ ദിസ് ഈസ് ആൻ ഓപ്പൺ ഡിസ്ക് സെൻറ്റേർഡ് അറ്റ് z നോട്ട്. ഇതിനെ തന്നെയാണ് എപ്സിലൺ നെയ്ബർഹുഡ് ഓഫ് z നോട്ട് എന്ന് നമ്മൾ വിളിക്കുന്നത്. കോംപ്ലക്സ് പ്ലെയിനിലാവുമ്പോൾ നമുക്ക് പ്ലെയിനിലുള്ള എല്ലാ ഡയറക്ഷനിലേക്കും പോകാൻ പറ്റുന്നത് കൊണ്ട് നമുക്കിതാണ് കിട്ടുന്നത്. അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് എന്താണ് ഡിലീറ്റഡ് നെയ്ബർഹുഡ്. ഇപ്പം നമ്മൾ നെയ്ബർഹുഡ് എന്താണെന്ന് പഠിച്ചു. ഡിലീറ്റഡ് എപ്സിലൺ നെയ്ബർഹുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്സിലൺ നെയ്ബർഹുഡ് ഓഫ് z നോട്ട് എടുക്കുക, അതിലെ സെൻറ്റർ റിമൂവ് ചെയ്യുക, അതായത് z നോട്ടിനെ റിമൂവ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താണോ കിട്ടുന്നത് അതിനെയാണ് നമ്മൾ ഡിലീറ്റഡ് നെയ്ബർഹുഡ് എന്ന് വിളിക്കുന്നത്. സോ സെൻറ്റർ ഡിലീറ്റ് ചെയ്യുക എന്ന് പറയുന്നതും ദ കളക്ഷൻ ഓഫ് ഓൾ z എലമെൻറ്റ് ഓഫ് C വേർ 0 ലെസ് ദാൻ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് z മൈനസ് z നോട്ട് ലെസ് ദാൻ എപ്സിലൺ എന്ന് പറയുന്നതും ഈക്വലൻ്റ് ആണ്. കാരണം അബ്സല്യൂട്ട് വാല്യൂ ഓഫ് z മൈനസ് z നോട്ട് ഈക്വൽ ടു 0 ആവുക z ഈക്വൽ ടു z നോട്ട് ആവുമ്പോൾ മാത്രമാണ്. ഇവിടെ നമ്മൾ പറയുന്നു z ഉം z നോട്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് സ്ട്രിക്ട്ലി പോസിറ്റീവ് ആയിരിക്കണം.
So Z cannot be equal to Z0. So we will get a punctured disk with puncture at the center. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഫിഗർ വരിക. സോ നിങ്ങൾക്ക് കാണാം Z0ൻ്റെ സ്ഥാനത്ത് ഒരു പങ്ക്ചർ, ഒരു ഹോളാണ് നമുക്ക്. ദെൻ പതിവ് പോലെ എപ്സിലൺ നെയ്ബർഹുഡിൻ്റെ ഉള്ളിൽ വരുന്ന എല്ലാ പോയിൻറ്സും നമുക്കിവിടെയുണ്ട്, Z0 ഒഴിച്ച്. ഇതാണ് ഡിലീറ്റഡ് നെയ്ബർഹുഡ്. ദെൻ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻറ്റീരിയർ പോയിൻ്റ്, എക്സ്റ്റീരിയർ പോയിൻ്റ്, ബൗണ്ടറി പോയിൻ്റ്. ഇതെല്ലാം നമുക്ക് വാക്കുകൾ കേൾക്കുമ്പോൾ എന്താണ് എന്ന് മനസ്സിലാവുന്നവരാണ്. ഇൻറ്റീരിയർ പോയിൻ്റ് ഓഫ് എ സെറ്റ്, ഒരു സെറ്റിൻ്റെ ഉള്ളിലുള്ള പോയിൻ്റ് എന്ന് എപ്പോഴാണ് ഒരു പോയിൻറ്റിനെ നമ്മൾ പറയാം. മാത്തമാറ്റിക്കലി നമ്മൾ അതിനെ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. എ പോയിൻ്റ് Z0 element of C is said to be an interior point of S whenever there is some neighborhood of Z0 that contains only points of S. So suppose ഇതാണ് ഞാൻ എടുക്കുന്ന എസ് എന്ന് പറയുന്ന സെറ്റ് എന്ന് കരുതുക. എസ് മീൻസ് ഇതിൻ്റെ ഈ ഒരു ക്ലോസ്ഡ് കർവിൻ്റെ ഉള്ളിലുള്ള എല്ലാ പോയിൻറ്റ്സും കൂടിയാണ് ഞാൻ എടുക്കുന്നത്. ഇവിടെ ഞാൻ Z0 എന്നൊരു പോയിൻ്റ് എടുക്കുന്നു. ഈ Z0 നമുക്ക് പിക്ചർ കാണുമ്പോൾ മനസ്സിലാവും ദിസ് ഈസ് ആൻ എപ്സിലൺ, ദിസ് ഈസ് ആൻ ഇൻറ്റീരിയർ പോയിൻ്റ്. അപ്പോൾ ഇത് ഇൻറ്റീരിയർ പോയിൻ്റ് ആണ് എന്ന ഡെഫിനിഷൻ പ്രകാരം പറയണമെങ്കിൽ നമുക്ക് ഈ Z0 സെൻറ്റർ ആക്കിക്കൊണ്ടുള്ള ഒരു ഓപ്പൺ ഡിസ്ക്, ഞാനിപ്പോൾ ക്ലോസ്ഡ് ആയിട്ട് വരയ്ക്കണു, ബട്ട് മനസ്സിലാക്കുക അതൊരു ഓപ്പൺ ഡിസ്ക്കാണ്. ഒരു ഓപ്പൺ ഡിസ്കെങ്കിലും നമുക്ക് എസിൻ്റെ സബ്സെറ്റായിട്ട് വരയ്ക്കാൻ പറ്റണം. ദർ ഈസ് സം ഓപ്പൺ ഡിസ്ക് സെൻറ്റേർഡ് അറ്റ് Z0 വിച്ച് ഇസ് കംപ്ലീറ്റ്ലി കണ്ടെയ്ൻഡ് ഇൻ എസ്. അങ്ങനെ നമ്മൾക്ക് വരയ്ക്കാൻ പറ്റുമെങ്കിലാണ് നമ്മളിത് ഇൻറ്റീരിയർ പോയിൻ്റ് ആണ് എന്ന് പറയാം. അപ്പം ഞാൻ ഈ ബൗണ്ടറിയിലുള്ള ഒരു പോയിൻ്റാണ് എടുക്കുന്നത് എന്ന് കരുതുക. ഞാൻ ഇതിനെ സെൻറ്റർ ആക്കിക്കൊണ്ടുള്ള ഏത് എപ്സിലൺ നെയ്ബർഹുഡ് എടുത്താലും അത് എസിൻ്റെ സബ്സെറ്റ് ആവുന്നില്ല എന്ന് നിങ്ങൾക്ക് കാണാം. അത് എസിൻ്റെ കോംപ്ലിമെൻറ്റിലേക്കും കടന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇൻറ്റീരിയർ പോയിൻ്റ് അല്ല. അതുപോലെ ഞാൻ ഇവിടെയുള്ളൊരു പോയിൻ്റാണ് എടുക്കുന്നത് എന്ന് കരുതുക. ടേക്ക് ആൻ എപ്സിലൺ നെയ്ബർഹുഡ് ഓഫ് ദിസ്. ഏത് എപ്സിലൺ നെയ്ബർഹുഡ് എടുത്താലും അത് നമുക്ക് ഒന്നുകിൽ കംപ്ലീറ്റ്ലി എസിൻ്റെ പുറത്താവാം, അല്ലെങ്കിൽ എസുമായിട്ട് കുറച്ച് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോലെ. എനിവേ ഇറ്റ് ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് എസ്. നേരെ മറിച്ച് ഞാൻ ഇവിടെയാണൊരു പോയിൻ്റ് എടുക്കുന്നതെങ്കിൽ നമുക്കൊരു എപ്സിലൺ നെയ്ബർഹുഡ് വരയ്ക്കാൻ പറ്റും. ഈ ബൗണ്ടറിയോട് എത്ര ക്ലോസ് ആയിട്ടാണ് ഞാൻ എടുക്കുന്നതെങ്കിലും ചെറുതാണെങ്കിലും നമുക്കൊരു എപ്സിലൺ നെയ്ബർഹുഡ് ഇവിടെ വരയ്ക്കാൻ പറ്റും. സോ ഇവരെല്ലാം ഇൻറ്റീരിയർ പോയിൻറ്റ്സ് ആണ്. ഇൻറ്റീരിയർ അല്ലാത്ത പോയിൻറ്റ്സിന് എക്സാമ്പിളും നമ്മളിവിടെ കണ്ടു. അടുത്തായിട്ട് നമ്മൾ എന്താണ് എക്സ്റ്റീരിയർ പോയിൻ്റ് എന്ന് കാണുകയാണ്. എക്സ്റ്റീരിയർ പോയിൻ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, എസിൻ്റെ കോംപ്ലിമെൻറ്റിൻ്റെ ഇൻറ്റീരിയർ പോയിൻ്റ്. ഓക്കെ, എസിൻ്റെ കോംപ്ലിമെൻറ്റിൻ്റെ ഇൻറ്റീരിയർ പോയിൻറ്റ്സിനെയാണ് നമ്മൾ എസിൻ്റെ എക്സ്റ്റീരിയർ പോയിൻറ്റ്സ് എന്ന് വിളിക്കുക. വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ, ലെറ്റ് മീ റബ് ദിസ്. A point Z0 element of C is said to be an exterior point of a set S whenever there is some neighborhood of Z0 that contains no points of S, which does not contain any point of S. Or നമുക്ക് പറയാം there is some epsilon neighborhood of Z0 that is completely contained in S complement. അങ്ങനെ വരുമ്പോഴാണ് നമ്മളതിനെ എക്സ്റ്റീരിയർ പോയിൻ്റ് എന്ന് വിളിക്കുക. ദിസ് ഈസ് എക്സ്റ്റീരിയർ പോയിൻ്റ്. നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് എസ് എങ്കിൽ, ഇഫ് ഐ ടേക്ക് എ പോയിൻ്റ് ഹിയർ, I can draw an epsilon neighborhood which is completely contained in S complement. Therefore, this is an exterior point. അടുത്തതായിട്ട് ഈ ഇൻറ്റീരിയർ പോയിൻറ്റും എക്സ്റ്റീരിയർ പോയിൻറ്റും അല്ലാത്ത പോയിൻറ്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബൗണ്ടറി പോയിൻ്റ് ഓഫ് എ സെറ്റ് എസ്. ഓക്കെ, ബൗണ്ടറി പോയിൻ്റ് ഓഫ് എ സെറ്റ് എസ് അത് നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യും? ഇപ്പോൾ ഈ ബൗണ്ടറി പോയിൻറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എസിൻ്റെ ഇൻറ്റീരിയർ പോയിൻ്റ് അല്ല, എസ് കോംപ്ലിമെൻറ്റിൻ്റെ ഇൻറ്റീരിയർ പോയിൻറ്റുമല്ല. അപ്പോൾ എങ്ങനെയാണ് അതുണ്ടാവുക? എ പോയിൻറ്റ് Z0 element of C is said to be a boundary point of a set S whenever any neighborhood of Z0 contains points of S
ആസ് വെൽ ആസ് പോയിൻറ്റ്സ് ഓഫ് സി മൈനസ് എസ്. അതായത് ഞാൻ മുമ്പ് ഒരു ഫിഗർ വരച്ചിട്ട് ഒരു പോയിൻ്റ് ഇവിടെ മാർക്ക് ചെയ്തിരുന്നു. ഇഫ് ഐ ടേക്ക് എ പോയിൻറ്റ് ഹിയർ, യു ടേക്ക് എനി എപ്സിലൺ നെയ്ബർഹുഡ് ഓഫ് ദിസ് പോയിൻറ്റ്, ഇറ്റ് വിൽ ഇൻ്റർസെക്റ്റ് വിത്ത് എസ്. എന്നാൽ കംപ്ലീറ്റ് എസിൻ്റെ ഉള്ളിലാണോ? അങ്ങനെയല്ല. എസ്സിനോടും ഇൻ്റർസെക്റ്റ് ചെയ്യും, അതുപോലെ എസ് കോംപ്ലിമെൻറ്റിനോടും ഇൻ്റർസെക്റ്റ് ചെയ്യും. ഇങ്ങനെയുള്ള പോയിൻറ്റ്സിനെയാണ് ബൗണ്ടറി പോയിൻറ്റ്സ് എന്ന് വിളിക്കാം. സോ ഈ എല്ലാ ബൗണ്ടറി പോയിൻറ്റ്സിൻ്റെയും കൂടി കളക്ഷനെയാണ് നമ്മൾ ബൗണ്ടറി ഓഫ് എസ് എന്ന് വിളിക്കുക. സെറ്റ് ഓഫ് ഓൾ ബൗണ്ടറി പോയിൻറ്റ്സ് ഓഫ് എസ് ഈസ് നോൺ ആസ് ബൗണ്ടറി ഓഫ് എസ്. നമുക്ക് എക്സാമ്പിൾസ് കാണാം. ഇപ്പോൾ ആദ്യത്തെ ഫിഗറിൽ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്നതാണ് എസ് എന്ന് പറയുന്ന സെറ്റ്. അതിൽ ഈ Z0, ദിസ് Z0 ഈസ് ആൻ ഇൻറ്റീരിയർ പോയിൻറ്റ്. ബിക്കോസ് Z0 സെൻറ്റർ ആക്കിക്കൊണ്ട് നമുക്ക് ഒരു നെയ്ബർഹുഡ്, ഒരു എപ്സിലൺ നെയ്ബർഹുഡ് എസിൻ്റെ ഉള്ളിൽ തന്നെ വരയ്ക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു ഇൻറ്റീരിയർ പോയിൻ്റാണ്. അതുപോലെ ഇഫ് ഐ ടേക്ക് എ പോയിൻറ്റ് ഹിയർ, സേ Z1, I can always draw some epsilon neighborhood. എപ്സിലണിൻ്റെ വാല്യൂവിന് വ്യത്യാസം ഉണ്ടാവാം. ഏതെങ്കിലും ഒരു എപ്സിലൺ നെയ്ബർഹുഡ് നമുക്ക് എസ് കോംപ്ലിമെൻറ്റിൻ്റെ സബ്സെറ്റായിട്ട് വരയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ദിസ് Z1 ഈസ് ആൻ എക്സ്റ്റീരിയർ പോയിൻറ്റ്. അതുപോലെ ഇവിടെ ഇപ്പോൾ ദിസ് Z0 ഈസ് എ boundary point because this is not an interior point as well as this is not an exterior point, therefore it is a boundary point. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന എസ് എന്ന് പറയുന്ന സെറ്റ് റിയൽ പാർട്ട് ഓഫ് സെറ്റ് ഗ്രേറ്റർ ദാൻ 1 എന്നുള്ള സെറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നതെന്ന് കരുതുക. ദെൻ റിയൽ പാർട്ട് ഓഫ് സെറ്റ് ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ എന്താണ് ഈ ഷേപ്പ് ഉണ്ടാവുക എന്ന് നമുക്ക് ആലോചിക്കാം. Z is x plus iy. അതിൽ റിയൽ പാർട്ട് ഓഫ് സെറ്റ് എന്ന് പറയുന്നത് എക്സ് ആണ് എങ്കിൽ റിയൽ പാർട്ട് ഓഫ് സെറ്റ് ഗ്രേറ്റർ ദാൻ 1 മീൻസ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 1, എക്സ് കോർഡിനേറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ 1. സോ ദിസ് ഈസ് ദ ലൈൻ എക്സ് ഈക്വൽ ടു 1 ഓർ റിയൽ പാർട്ട് ഓഫ് സെറ്റ് ഈക്വൽ ടു 1 എന്നുള്ള ലൈനാണ് ഇവിടെ ഈ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. സോ ഇഫ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 1, ദ പോയിൻറ്റ് വിൽ ബി ടു ദ റൈറ്റ് ഓഫ് ദിസ് ലൈൻ. അപ്പോൾ ഈ ലൈനിലുള്ള പോയിൻറ്റ്സിന് നമുക്ക് റിയൽ പാർട്ട് ഓഫ് സെറ്റ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ലൈനിലുള്ള പോയിൻറ്റ്സ് ഉണ്ടാവില്ല, പക്ഷേ അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള എല്ലാ പോയിൻറ്റ്സും, ഇതാണ് ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗത്തിനെയാണ് നമ്മൾ, ഇത് ഇൻഫിനിറ്റ് ആയിട്ട് പോകുന്നുണ്ട്, മുകളിലേക്ക് താഴേക്ക് അതുപോലെ റൈറ്റിലേക്ക് ഇൻഫിനിറ്റ് ആയിട്ട് പോവുകയാണ്. ഇതിനെയാണ് നമ്മൾ എസ് എന്നെടുത്തിരിക്കുന്നത്. അതിൽ 2 + 3i ഈസ് ആൻ ഇൻറ്റീരിയർ പോയിൻ്റ് ഓഫ് എസ്. അതുപോലെ ഇവിടെ ഫിഗറിൽ കാണാം നമ്മളൊരു എപ്സിലൺ നെയ്ബർഹുഡ് എസിൻ്റെ ഉള്ളിൽ തന്നെ വരച്ചിട്ടുണ്ട്. അതുപോലെ 5 + 2i ഈസ് ഓൾസോ ആൻ ഇൻറ്റീരിയർ പോയിൻ്റ് ഓഫ് എസ്. നേരെ മറിച്ച് ഞാനിപ്പോൾ 1 + i എടുക്കുകയാണെന്ന് വിചാരിക്കുക. 1 + i, ഇവിടെ റിയൽ പാർട്ട് ഓഫ് z എന്ന് പറയുന്നത് ഈക്വൽ ടു 1 ആണ്. സോ സംവർ ഹിയർ this is not an interior point because this is a boundary point of S. If I take 1/2 plus 1/2 plus say 3i, 1/2 plus 3i, this is an exterior point. Now if I take S1 equal to set of all z where mod z is less than 1, S2 is set of all z such that mod z is less than or equal to 1, S3 is set of all z such that mod z is greater than 1, and S4 is mod z greater than or equal to 1. ഇവരുടെ എല്ലാം ബൗണ്ടറി ആരാണ് എന്നാണ് നമ്മളിവിടെ പറയാൻ പോണത്. ആദ്യത്തെ സെറ്റ് എന്താണെന്ന് നോക്കുക. mod z less than 1 or mod z minus 0 less than 1. So if you draw a circle centered at 0 with radius 1, അപ്പോൾ ഇതിൻ്റെ ബൗണ്ടറി ഇല്ല. ഇതിൻ്റെ ഇൻറ്റീരിയറിനെയാണ് നമ്മൾ ആദ്യത്തെ S1 ആയിട്ട് എടുത്തിരിക്കുന്നത്. S2 ആവുമ്പോൾ ഇതിന് നമുക്ക് ബൗണ്ടറി സർക്കിളിലുള്ള പോയിൻറ്റ്സും കൂടി ഇൻക്ലൂഡ് ചെയ്തിരിക്കുകയാണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1
ഇതേ സർക്കിളിൻ്റെ തന്നെ ഉള്ളിലുള്ളവരും ഉണ്ട്, അതുപോലെ ബൗണ്ടറിയിലുള്ള പോയിൻറ്റും കൂടിയുണ്ട്. ഇനി അതല്ല മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ 1 ആണെന്നുണ്ടെങ്കിൽ മോഡ് സെറ്റ് ഈക്വൽ ടു 1 വരെയുള്ളവർ ഈ സർക്കിളിൻ്റെ ഉള്ളിലും ആ സർക്കിളിലുള്ള പോയിൻറ്റ്സുമാണ്. സോ മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പുറത്തുള്ള പോയിൻറ്റ്സ്. ഓക്കെ, മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു ബൗണ്ടറിയും കൂടി ഉണ്ട്. ഇതാണ് S1, S2, S3, S4 എന്ന് പറയുന്നത്. ഇതിൻ്റെയൊക്കെ ബൗണ്ടറി എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ z സച്ച് ദാറ്റ് മോഡ് z ഈക്വൽ ടു 1. ഈ സർക്കിളിലുള്ള പോയിൻറ്റ്സ് ആണ് ഈ 4 സെറ്റിൻ്റെയും ബൗണ്ടറി ആയിട്ട് വരുന്നത്. So what are the exterior points of these sets? Let me rub this. What are the exterior points of this set? ഇവിടെ ആദ്യത്തെ സെറ്റ് S1-ന് മോഡ് സെറ്റ് ലെസ് ദാൻ 1 വരുന്നവരെല്ലാം ഇൻറ്റീരിയർ പോയിൻറ്റ്സ് ആയിരിക്കും. ഈക്വൽ ടു 1 വരുന്നവർ ബൗണ്ടറി പോയിൻറ്റ്സ് ആണ്. സോ ദ സെറ്റ് ഓഫ് ഓൾ എക്സ്റ്റീരിയർ പോയിൻറ്റ്സ് ഓഫ് S1 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് S3. അതുപോലെ നോട്ട് S3, ഓക്കെ, ഇറ്റ് ഈസ് S3. അതുപോലെ S2 ആണ് നമ്മൾ എടുക്കുന്നതെന്ന് കരുതുക. S2വിൻ്റെ ഇൻറ്റീരിയർ പോയിൻറ്റ്സ് എന്ന് പറയുന്നത് S1 ആണ്. അതുപോലെ S2വിൻ്റെ ബൗണ്ടറി എന്ന് പറയുന്നത് മോഡ് സെറ്റ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന സർക്കിളിലെ പോയിൻറ്റ്സ് ആണ്. അതിനും എക്സ്റ്റീരിയർ പോയിൻറ്റ്സ് എന്ന് പറയുന്നത് S3 തന്നെയാണ്. സോ എക്സ്റ്റീരിയർ പോയിൻറ്റ്സ് ഓഫ് S1 എന്ന് പറയുന്നതും S2 എന്ന് പറയുന്നതും S3 തന്നെയാണ്. സെറ്റ് ഓഫ് ഓൾ എക്സ്റ്റീരിയർ പോയിൻറ്റ്സ് ഓഫ് S1ഉം S2ഉം S3 ആണ്. ഓക്കെ, ഇനി S3യുടെ എക്സ്റ്റീരിയർ പോയിൻറ്റ്സ് ആരാണ്? S3 എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഈ സർക്കിളിൻ്റെ ഔട്ട്സൈഡുള്ള പോയിൻറ്റ്സ് ആണ്. അപ്പോൾ അതിൻ്റെ എക്സ്റ്റീരിയർ പോയിൻ്റ് എന്ന് പറയുന്നത് S1ലുള്ള പോയിൻറ്റ്സ് ആണ്. സോ സെറ്റ് ഓഫ് ഓൾ എക്സ്റ്റീരിയർ പോയിൻറ്റ്സ് ഓഫ് S3 എന്ന് പറയുന്നത് S1 ആണ്. അതുപോലെ S4ൻ്റെയും എക്സ്റ്റീരിയർ പോയിൻറ്റ്സ് എടുത്താൽ നമുക്ക് കിട്ടുന്നത് S1 ആയിരിക്കും. ഓക്കെ, നൗ ലെറ്റ്സ് ചെക്ക് വാട്ട് ഇസ് മെൻ ബൈ എൻ ഓപ്പൺ സെറ്റ്. നമ്മൾ റിയൽ നമ്പേഴ്സിൻ്റെ കേസിൽ പഠിച്ചിരുന്നു. ഓപ്പൺ സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ടേക്ക് എനി പോയിൻറ്റ്, a set is said to be open if you take any point in that set, you can always find some epsilon neighborhood of that point which is completely contained in that set. അത് തന്നെയാണ് ഇവിടെയും ഓപ്പൺ സെറ്റ് എന്ന് പറയുന്നത്. A set S subset of C is open if every point of S is an interior point of S. Interior point എന്ന് പറയുമ്പോൾ you take any point of S, you can always draw some epsilon neighborhood of that point inside S, within S, which is contained in S. ഓക്കെ, അപ്പോൾ അതാണ് ഓപ്പൺ സെറ്റ് എന്ന് പറയുന്നത്. ഇതിനെ തന്നെ നമുക്ക് വേറൊരു രീതിയിലും പറയാം. The set is open if S does not contain any of its boundary point. അപ്പോൾ ഇതാണ് നമുക്ക് ജോമെട്രിക്കലി ചെക്ക് ചെയ്യാൻ എളുപ്പമുള്ള കാര്യം. ഒരു സെറ്റ് ഓപ്പൺ ആണെങ്കിൽ അതിൻ്റെ ഒരു ബൗണ്ടറി പോയിൻ്റ് പോലും ഉണ്ടായിരിക്കില്ല. രണ്ടും ഈക്വലൻ്റ് ഡെഫിനിഷൻസ് ആണ്. ക്ലോസ്ഡ് സെറ്റ്, ഒരു സെറ്റ് ക്ലോസ്ഡ് ആണെന്ന് പറയണമെങ്കിൽ അതിൻ്റെ കോംപ്ലിമെൻറ്റ് ഓപ്പൺ ആയിരിക്കണം. ഓർ എസ് ഇസ് ക്ലോസ്ഡ് ഇഫ് എസ് കണ്ടെയ്ൻസ് ഓൾ ഓഫ് ഇറ്റ്സ് ബൗണ്ടറി പോയിൻറ്റ്സ്. അപ്പോൾ നേരത്തെ നമ്മൾ ഓപ്പൺ സെറ്റിന് പറഞ്ഞു ഒരു ബൗണ്ടറി പോയിൻ്റ് പോലും എസ്സിലുണ്ടാവരുത്. ഇപ്പം നമ്മൾ പറയുന്നു എല്ലാ ബൗണ്ടറി പോയിൻറ്റ്സും എസ്സിലുണ്ടെങ്കിൽ അതിനെ നമ്മൾ ക്ലോസ്ഡ് സെറ്റ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ഒരു ബൗണ്ടറി പോയിൻ്റ് പോലും ഇല്ലെങ്കിൽ ഓപ്പൺ സെറ്റ്, എല്ലാ ബൗണ്ടറി പോയിൻറ്റ്സും ഉണ്ടെങ്കിൽ ക്ലോസ്ഡ് സെറ്റ്. ഇനി എസ് എന്ന് പറയുന്നത് സിയുടെ കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ ഒരു സബ്സെറ്റാണ്. ഈ എസ്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന സ്മോളസ്റ്റ് ക്ലോസ്ഡ് സെറ്റിനെ നമ്മളൊരു പേര് വിളിക്കും ക്ലോഷർ ഓഫ് എസ്. ഓക്കെ, ദ സ്മോളസ്റ്റ് ക്ലോസ്ഡ് സെറ്റ് ഇൻ സി കണ്ടെയ്നിങ് എസ് ഈസ് നോൺ ആസ് ദ ക്ലോഷർ ഓഫ് എസ്. അപ്പോൾ ഈ ക്ലോഷർ കിട്ടാനായിട്ട് നമുക്ക് ഇത്രയേ ഉള്ളൂ, എസ്സിലുള്ള പോയിൻറ്റ്സും
അതിൻ്റെ കൂടെ എസ്സിൻ്റെ ബൗണ്ടറിയും കൂടി ചേർന്നാൽ നമ്മളതിനെ ക്ലോഷർ ഓഫ് എസ് എന്ന് വിളിക്കും. സോ ക്ലോഷർ ഓഫ് എസ് ഇസ് ഈക്വൽ ടു എസ് യൂണിയൻ ബൗണ്ടറി ഓഫ് എസ്. നമുക്ക് ഇതൊരു ഓപ്പൺ സെറ്റാണ്, ഞാൻ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗം. കാരണം ഇതിൻ്റെ ബൗണ്ടറി എന്ന് പറയുന്നത് ഈ ഇന്നർ സർക്കിളിൽ ഉള്ള പോയിൻറ്സും അതുപോലെ ഔട്ടർ സർക്കിളിലുള്ള പോയിൻറ്സുമാണ് ഇവിടെ ബൗണ്ടറി പോയിൻറ്റ്സ്. പക്ഷേ ഇവിടെ നമ്മൾ ഈ രണ്ട് സർക്കിളിലും ഉള്ള പോയിൻറ്റ്സ് നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഓക്കെ, ഈ രണ്ട് സർക്കിളിൻ്റെയും ഇടയിലുള്ള ആൾക്കാരെ മാത്രമാണ് നമ്മുടെ സെറ്റിൽ എടുത്തിരിക്കുന്നത്. സോ ഒരു ബൗണ്ടറി പോയിൻ്റ് പോലും ഈ സെറ്റിലില്ല. അതുകൊണ്ട് ഇതൊരു ഓപ്പൺ സെറ്റാണ്. ഇതിൻ്റെ കൂടെ നമ്മൾ ഈ ബൗണ്ടറിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ, രണ്ട് ബൗണ്ടറിയിലുള്ള ആൾക്കാരെയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇതൊരു ക്ലോസ്ഡ് സെറ്റായി. സോ ആദ്യത്തെ പിക്ചറിൽ കാണുന്ന സെറ്റിൻ്റെ ക്ലോഷർ എന്ന് പറയുന്നത് ഈ രണ്ടാമത്തെ സെറ്റിലുള്ള കാണുന്ന സെറ്റാണ്. കാരണം നമ്മൾ ഇതിനെ ഞാൻ എസ് എന്ന് വിളിക്കുകയാണെന്ന് കരുതുക. സപ്പോസ് ദിസ് ഇസ് എസിൻ്റെ കൂടെ നമ്മൾ അതിൻ്റെ ബൗണ്ടറിയും കൂടി ഉൾപ്പെടുത്തി. സോ ദിസ് ഇസ് ക്ലോഷർ ഓഫ് എസ്. അപ്പോൾ നമ്മൾ ഓപ്പൺ സെറ്റും ക്ലോസ്ഡ് സെറ്റും പറഞ്ഞു. പക്ഷേ നമുക്ക് കോംപ്ലക്സ് പ്ലെയിനിൽ കിട്ടുന്ന എല്ലാ സെറ്റുകളും ഒന്നുകിൽ ക്ലോസ്ഡ് ആയിരിക്കും അല്ലെങ്കിൽ ഓപ്പൺ ആയിരിക്കും എന്നൊന്നും പറയാൻ പറ്റില്ല. ദർ ആർ സം സെറ്റ്സ് വിച്ച് ആർ നെയ്തർ ഓപ്പൺ നോർ ക്ലോസ്ഡ്. ഇവിടെ നോക്കുക, ഇതിൽ ബൗണ്ടറി പോയിൻറ്റ്സ് ചിലതൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓപ്പൺ സെറ്റ് ആവണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, ഒരു ബൗണ്ടറി പോയിൻ്റ് പോലും അതിലുണ്ടാവരുത്. സോ ഇവിടെ ഇൻഫിനിറ്റ്ലി മെനി ബൗണ്ടറി പോയിൻറ്റ്സ് ആർ ഇൻക്ലൂഡഡ്. സോ ദിസ് ഈസ് നോട്ട് ആൻ ഓപ്പൺ സെറ്റ്. ഇനി ക്ലോസ്ഡ് ആവണമെങ്കിൽ എന്ത് വേണം, എല്ലാ ബൗണ്ടറി പോയിൻറ്റ്സും വേണം. പക്ഷേ ഇവിടെ ഈ ബൗണ്ടറിയിലുള്ള ഒരു പോയിൻ്റ് പോലും ഇൻക്ലൂഡഡ് അല്ല. അതുകൊണ്ട് ഇത് ക്ലോസ്ഡ് സെറ്റുമല്ല. ഓക്കെ, സോ ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ നെയ്തർ ഓപ്പൺ നോർ ക്ലോസ്ഡ് സെറ്റ്. ഇതിനെ നമ്മൾ സാധാരണ ഇങ്ങനെയാണ് പറയുക. സപ്പോസ് സ്മോൾ ആർ, ക്യാപിറ്റൽ ആർ, ഇത് രണ്ടും ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് വിചാരിക്കുക. ആൻഡ് സ്മോൾ ആർ ഇസ് ലെസ് ദാൻ ക്യാപിറ്റൽ ആർ എന്ന് കരുതുക. സോ ഇതുപോലെ ആനുലാർ റീജിയൻ എന്നാണ് നമ്മൾ ഇങ്ങനെയുള്ള ഫിഗേഴ്സിനെ പറയുക. രണ്ട് സർക്കിൾസ്, കോസെൻട്രിക് ആയിട്ടുള്ള ഒരേ സെൻറ്ററുള്ള രണ്ട് സർക്കിൾസ്, അവരുടെ ഇടയിൽ വരുന്ന പോയിൻറ്റ്സിൻ്റെ കളക്ഷൻ. ഓക്കെ, ഇപ്പം ഞാനിവിടെ ഈ വരച്ചിരിക്കുന്നത് സ്മോൾ ആർ ലെസ് ദാൻ മോഡ് സെറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ ആർ എന്നുള്ള പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന സെറ്റുകളുടെ കളക്ഷനെയാണ്. ഇവിടെ നോക്കുക, ഇതിപ്പോൾ ഇമാജിനറി പാർട്ട് ഓഫ് സെറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ റിയൽ പാർട്ട് ഓഫ് സെറ്റ് സ്ക്വയർ. ഇമാജിനറി പാർട്ട് ഓഫ് സെറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ റിയൽ പാർട്ട് ഓഫ് സെറ്റ് സ്ക്വയർ എന്നുള്ള പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന സെറ്റുകളുടെ കളക്ഷനാണ് ഇത്. കംപ്ലീറ്റ് ബൗണ്ടറി ഒഴിവാക്കിയിരുന്നെങ്കിൽ നമുക്കുള്ളത്. പക്ഷേ ഇവിടെ ബൗണ്ടറിയിലുള്ള ചില പോയിൻറ്റ്സ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ചില ബൗണ്ടറി പോയിൻറ്റ്സിനെ കണ്ടെയ്ൻ ചെയ്യുന്നത് കൊണ്ട്, ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കൊണ്ട് ഇതൊരു ഓപ്പൺ സെറ്റ് അല്ല. എന്നാൽ എല്ലാ ബൗണ്ടറി പോയിൻറ്റ്സും ഇല്ല, അതുകൊണ്ട് ഇതൊരു ക്ലോസ്ഡ് സെറ്റും അല്ല. സോ ദിസ് ഈസ് അനദർ എക്സാമ്പിൾ ഫോർ നെയ്തർ ഓപ്പൺ നോർ ക്ലോസ്ഡ് സെറ്റ്. ആക്ച്വലി നമ്മളിപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഈ പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സെറ്റുകളുടെ കളക്ഷൻ യൂണിയൻ സം Z1, Z2 എക്സെട്ര Zn ആണ് ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കണേ. സപ്പോസ് ദിസ് ഇസ് Z1, ഇത് Z2, Z3, Z4 ഇങ്ങനെ നമ്മൾ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത്. നൗ വീണ്ടും നെയ്തർ ഓപ്പൺ ഓർ ക്ലോസ്ഡ് സെറ്റിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. ഇഫ് എ സെറ്റ് ഇസ് നോട്ട് ഓപ്പൺ ദെൻ ഇറ്റ് കണ്ടെയ്ൻസ് എനി ഓഫ് ഇറ്റ്സ് ബൗണ്ടറി പോയിൻറ്റ്സ്. ക്ലോസ്ഡ് അല്ല എന്ന് പറയുമ്പോഴോ, സെറ്റ് ഇസ് നോട്ട് ക്ലോസ്ഡ് ഇഫ് ഇറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ എനി ഓഫ് ഇറ്റ്സ് ബൗണ്ടറി പോയിൻറ്റ്സ്. ഏതെങ്കിലും ഒരു ബൗണ്ടറി പോയിൻ്റെങ്കിലും കണ്ടെയ്ൻ ചെയ്യാതിരിക്കുമ്പോഴാണ് നമ്മൾ ക്ലോസ്ഡ് അല്ല എന്ന് പറയുന്നത്. ഇവിടെ എനി ഓഫ് ഇറ്റ് എന്നുള്ളതിനേക്കാൾ കുറച്ചുകൂടി നല്ല യൂസേജ് സം ഓഫ് ഇറ്റ് എന്നാണ്.
കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ. സെറ്റ് ഓഫ് ഓൾ കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ കേസ് എങ്ങനെയാണ്? കോംപ്ലക്സ് നമ്പേഴ്സിലുള്ള ഏത് പോയിൻ്റ് എടുത്താലും അത് സെൻറ്റർ ആക്കിക്കൊണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു എപ്സിലൺ പോസിറ്റീവായിട്ട് എടുക്കുക. ആ റേഡിയസ് ഉള്ള ഒരു ഓപ്പൺ ഡിസ്ക് നമുക്ക് അവിടെ വരയ്ക്കാൻ പറ്റും. സോ സി ഈസ് ഓപ്പൺ. അതുപോലെ തന്നെ സി ക്ലോസ്ഡും ആണ്, ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻസ് ഓൾ ഇറ്റ്സ് ബൗണ്ടറി പോയിൻറ്റ്സ്. ആക്ച്വലി ഇറ്റ് ഡസ് നോട്ട് ഹാവ് എനി ബൗണ്ടറി പോയിൻറ്റ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഇറ്റ് കണ്ടെയ്ൻസ് ഓൾ ഇറ്റ്സ് ബൗണ്ടറി പോയിൻറ്റ്സ്. സോ സി ഈസ് ബോത്ത് ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ്. അതുപോലെ എം ടി സെറ്റും ഓപ്പണുമാണ് ക്ലോസുമാണ്. നൗ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് കണക്റ്റഡ് സെറ്റ് എന്നാണ്. എ സെറ്റ് എസ് ഈസ് കണക്റ്റഡ് ഇഫ് ഫോർ ഈച്ച് പെയർ ഓഫ് പോയിൻറ്റ്സ് Z1 ആൻഡ് Z2 ഇൻ S ക്യാൻ ബി ജോയിൻഡ് ബൈ എ പോളിഗണൽ ലൈൻ. പോളിഗണൽ ലൈൻ എന്ന് പറയുമ്പോൾ കൺസിസ്റ്റിംഗ് ഓഫ് ഫൈനൈറ്റ് നമ്പർ ഓഫ് ലൈൻ സെഗ്മെൻറ്റ്സ് ജോയിൻഡ് എൻഡ് ടു എൻഡ്. അതിനെയാണ് പോളിഗണൽ ലൈൻ എന്ന് പറയുന്നത്. ദാറ്റ് ലൈസ് എൻറ്റിയർലി ഇൻ എസ്. അതായത് ഇപ്പോൾ ഞാൻ ഈ വരച്ചിരിക്കുന്ന ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പോർഷൻ നോക്കുക. ഇതൊരു സെറ്റാണ്. ഈ സെറ്റിലുള്ള ഏത് രണ്ട് പോയിൻറ്റ്സ് എടുത്താലും നമുക്കതിനെ ഒന്നുകിൽ ഒരു ലൈൻ കൊണ്ട് അല്ലെങ്കിൽ ബ്രോക്കൺ ലൈൻസ് കൊണ്ട് ജോയിൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ എനിക്ക് കൃത്യമായിട്ട് ഒരൊറ്റ ലൈൻ കൊണ്ട് ജോയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ദിസ് ഈസ് എ കണക്റ്റഡ് സെറ്റ്. ഇപ്പോൾ ഈ രണ്ട് പോയിൻറ്റ് മാത്രമല്ല, യു ടേക്ക് എനി ടു പോയിൻറ്റ്സ് ഓഫ് ദ സെറ്റ്, യു ക്യാൻ ജോയിൻ ദം വിത്ത് ലൈൻ സെഗ്മെൻറ്റ്സ്. ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നതാണ് എസ് എന്ന് കരുതുക, ഇവിടെ ഷെയ്ഡ് ചെയ്തിരിക്കുന്നതാണ് എസ് എന്ന് കരുതുക. ദെൻ ഐ ഹാവ് ടേക്ക് എനി ടു പോയിൻറ്റ്സ് ഓഫ് ദി സെറ്റ്. ഈ രണ്ട് പോയിൻറ്റ്സ് തന്നെ ആവണമെന്നില്ല, ഏതെങ്കിലും രണ്ട് പോയിൻറ്റ്സ്. നമുക്കതിനെ ഇങ്ങനെ ഒരു പോളിഗണൽ ലൈൻ ഉപയോഗിച്ച്, എ പോളിഗണൽ ലൈൻ വിച്ച് ഇസ് കംപ്ലീറ്റ്ലി ഇൻ എസ് ഇറ്റ് സെൽഫ്, അതുപയോഗിച്ച് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ദിസ് ഇസ് അനദർ എക്സാമ്പിൾ ഫോർ എ കണക്റ്റഡ് സെറ്റ്. So this is another example for a connected set. You take any 2 points of the set, you can join them with polygonal lines. Now domain എന്ന് പറയണമെന്നുണ്ടെങ്കിൽ, ഒരു സെറ്റ് ഡൊമെയിൻ ആവണമെന്നുണ്ടെങ്കിൽ it should satisfy the following conditions. ഒന്നാമത്തേത്, it should be non-empty. Then it should be open. It should be connected. So a non-empty open connected set is known as a domain. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഫിഗേഴ്സിൽ ഇതൊരു ഡൊമെയിനാണ്, ബിക്കോസ് ദിസ് ഇസ് നോൺ എം ടി. ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പോർഷൻ നോൺ എം ടി ആണ്. ഓപ്പൺ ആണ്, ബിക്കോസ് I haven't taken any of the boundary points here. It does not contain any boundary point, therefore this is open and it is connected. So this is a domain. ഇത് വേറൊരു ഡൊമെയിനാണ്, ബിക്കോസ് ഇപ്പം ഞാനിതിലൊരു ബൗണ്ടറി പോയിൻ്റ് പോലും എടുത്തിട്ടില്ല. തൊട്ട് മുമ്പ് കാണിച്ച ഫിഗറിൽ ഞാനൊരു ബൗണ്ടറി ക്ലോസ്ഡ് ആയിരുന്നു. സോ ഇവിടെ ഞാനൊരു ബൗണ്ടറി പോയിൻ്റ് പോലും എടുത്തിട്ടില്ല. നോൺ എം ടി ആണ്, ഓപ്പൺ ആണ്, കണക്റ്റഡും ആണ്. സോ ദിസ് ഇസ് അനദർ എക്സാമ്പിൾ ഫോർ എ ഡൊമെയിൻ. ആനുലാർ റീജിയൻ. നൗ വാട്ട് ഇസ് മെൻ ബൈ റീജിയൻ? റീജിയൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ എന്താണ് ഡൊമെയിൻ എന്ന് പഠിച്ചു. ഡൊമെയിൻ എന്ന് പറയുമ്പോൾ നോൺ എം ടി, ഓപ്പൺ, കണക്റ്റഡ് സെറ്റ്. അപ്പോൾ ഇത് ഒരു ഡൊമെയിൻ എന്ന് പറയുന്നത് ഓപ്പൺ ആണ്. ഓപ്പൺ ആവുമ്പോൾ അതിലൊരു ബൗണ്ടറി പോയിൻ്റ് പോലും ഉണ്ടാവില്ല. സോ ഒരു ഡൊമെയിൻ്റെ കൂടെ ഒരു ഡൊമെയിനെ തന്നെ നമുക്ക് റീജിയൻ എന്ന് വിളിക്കാം. പക്ഷേ ഡൊമെയിൻ മാത്രമല്ല റീജിയൻ ആവുക. ഈ ഡൊമെയിനിൽ അതിലെ ഏതെങ്കിലും ചില ബൗണ്ടറി പോയിൻറ്റ്സും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോഴും അതൊരു റീജിയൻ ആണ്. ഇനി അതല്ല, ഡൊമെയിൻ്റെ കൂടെ നമ്മൾ എല്ലാ ബൗണ്ടറി പോയിൻറ്റ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. Then again we can call it a region. So a domain together with all, some or none of its boundary points are known as region in complex plane. Okay, അപ്പോൾ ഇതൊരു റീജിയൻ ആണ്. ഇതിൽ ഒരു ബൗണ്ടറി പോയിൻ്റ് പോലും, ഇത് ഓൾറെഡി ഡൊമെയിൻ ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇതിലൊരു ബൗണ്ടറി പോയിൻ്റ് പോലും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഐ ക്യാൻ കോൾ ഇറ്റ് എ റീജിയൻ. ഇനിയിപ്പോൾ ഇതിൽ ഞാൻ ബൗണ്ടറിയും കൂടി ഇൻക്ലൂഡ് ചെയ്തു എന്ന് വിചാരിക്കുക. സപ്പോസ് ഐ ഹാവ് ഇൻക്ലൂഡഡ് ദ ബൗണ്ടറി, ദെൻ ഇതിനെ എനിക്ക് റീജിയൻ എന്ന് വിളിക്കാം. ഇതൊരു റീജിയൻ ആണ്.
ഇതും ഒരു റീജിയനാണ്. ഇവിടെ ബൗണ്ടറി പോയിൻറ്റ്സ് ആരുമില്ല, പക്ഷേ ഈ ഫിഗറിൽ ഞാൻ ചില ബൗണ്ടറി പോയിൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് വേണമെങ്കിൽ ഈ ഫുൾ ഇൻറ്റീരിയർ പോയിൻറ്റ്സ് ഫുൾ ബൗണ്ടറി പോയിൻറ്റ്സിനെ ഇൻക്ലൂഡ് ചെയ്യാം. സ്റ്റിൽ ഇറ്റ് ഈസ് എ റീജിയൻ. ഒരു ഡൊമെയിൻ എന്ന് പറയുന്നത് റീജിയനാണ്. ഡൊമെയിനിൽ ചില ബൗണ്ടറി പോയിൻറ്റ്സും കൂടി ഇൻക്ലൂഡ് ചെയ്താലും അത് റീജിയനാണ്. എല്ലാ ബൗണ്ടറി പോയിൻറ്റ്സിനെ ഇൻക്ലൂഡ് ചെയ്താലും അത് റീജിയനാണ്. നൗ ബൗണ്ടഡ് സെറ്റ്. നമ്മൾ റിയൽ നമ്പേഴ്സിൻ്റെ കേസിൽ ബൗണ്ടഡ് സെറ്റ് പഠിച്ചിരുന്നു. അപ്പർ ബൗണ്ടും ലോവർ ബൗണ്ടും ഉണ്ടാവണം. അങ്ങനെയുള്ള സെറ്റുകളെയാണ് നമ്മളവിടെ ബൗണ്ടഡ് സെറ്റ് എന്ന് വിളിച്ചിരുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് അപ്പർ ബൗണ്ട് ലോവർ ബൗണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല. ബിക്കോസ് രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിനെ തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഏത് വലുത് ഏത് ചെറുത് എന്ന് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ബൗണ്ടഡ് സെറ്റ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എ സെറ്റ് വിച്ച് ക്യാൻ ബി ഇൻക്ലൂഡഡ് ഇൻസൈഡ് എ സർക്കിൾ. അങ്ങനെയുള്ള സെറ്റുകളെയാണ് ബൗണ്ടഡ് സെറ്റ് എന്ന് പറയുക. സോ എ സെറ്റ് എസ് സബ്സെറ്റ് ഓഫ് സി is called bounded if every point in that set lies inside some circle mod z equal to r. എത്ര വലിയ റേഡിയസ് ഉള്ളതാണെങ്കിലും കുഴപ്പമില്ല, ഏതെങ്കിലും ഒരു സർക്കിളിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഈ സെറ്റിനെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ സെറ്റുകളെ വിളിക്കുന്ന പേരാണ് ബൗണ്ടഡ് സെറ്റ്. ബൗണ്ടഡ് അല്ലാത്ത സെറ്റുകളെ നമ്മൾ അൺബൗണ്ടഡ് സെറ്റ് എന്ന് വിളിക്കും. എക്സാമ്പിൾസ് കാണാം. ഇതൊരു ബൗണ്ടഡ് സെറ്റാണ് ബിക്കോസ് ഐ ക്യാൻ include this set inside this circle. അല്ലെങ്കിൽ നമ്മൾ മോഡ് സെറ്റ് ലെസ് ദാൻ ആർ എന്നാണ് പറഞ്ഞത്. സോ 0 സെൻറ്റർ ആക്കിക്കൊണ്ട് ഒരു വലിയ റേഡിയസ് ഉള്ള സർക്കിൾ വരച്ചാൽ അതിൻ്റെ ഉള്ളിലാണ് ഇതുള്ളത്. സോ ദിസ് ഈസ് എ ബൗണ്ടഡ് സെറ്റ്. ദിസ് ഈസ് അനദർ ബൗണ്ടഡ് സെറ്റ് ബിക്കോസ് ഇത്രയും റേഡിയസ് ഉള്ള ഒരു സർക്കിൾ ഞാനിവിടെ വരച്ചു എന്ന് കരുതുക. ആ സർക്കിളിൻ്റെ ഉള്ളിലാണ് ഈ സെറ്റ് ഉണ്ടാവുക. ഇത് കംപ്ലീറ്റ് ആയിട്ട് എനിക്കിവിടെ വരയ്ക്കാൻ പറ്റില്ല. എനിവേ ഐ ക്യാൻ ഇൻക്ലൂഡ് ദിസ് സെറ്റ് ഇൻസൈഡ് ദിസ് സർക്കിൾ. സോ ദിസ് ഈസ് എ ബൗണ്ടഡ് സെറ്റ്. ദിസ് ഈസ് അനദർ ബൗണ്ടഡ് സെറ്റ്. സപ്പോസ് ഐ എം ടേക്കിംഗ് ഇത്രയും വലിയൊരു ആറാണ് റേഡിയസ് ആണ് ഞാൻ എടുക്കുന്നത് കരുതുക. സോ 6 റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ആണ് ഇപ്പം പറയുന്ന സെറ്റ് ഉള്ളത്, ഈ നമ്മൾ വരച്ചിരിക്കുന്ന സെറ്റ് ഉള്ളത്. സോ ദിസ് ഈസ് ഓൾസോ എ ബൗണ്ടഡ് സെറ്റ്. ഓക്കെ. ഇനി അൺബൗണ്ടഡ് സെറ്റ്. നമുക്കിങ്ങനെ ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്ത സെറ്റുകളെയാണ് അൺബൗണ്ടഡ് സെറ്റ് എന്ന് പറയുക. ഇതൊരു അൺബൗണ്ടഡ് സെറ്റാണ്, കാരണം ഇതിപ്പോൾ ഇങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കേണ്ട. നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് വരുമ്പോൾ ഇത്രേ കിട്ടുന്നുള്ളൂ എന്ന് മാത്രം. ഇതിങ്ങനെ ഇൻഫിനിറ്റ് ആയിട്ട് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് 0 സെൻറ്റർ ആക്കിക്കൊണ്ട് എത്ര വലിയ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരച്ചാലും അതിൻ്റെ ഉള്ളിലേക്ക് ഇതിനെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. സോ ദിസ് ഈസ് ആൻ അൺബൗണ്ടഡ് സെറ്റ്. അതുപോലെ ഇതൊരു സ്ട്രിപ്പാണ്. ഈ സ്ട്രിപ്പ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന സെറ്റ് ഇതാണ്. സെറ്റ് ഓഫ് ഓൾ z where imaginary part of set 1 less than imaginary part of set less than 2. ഇതാണ് ഞാൻ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഈ രണ്ടാമത്തെ ഫിഗർ. ഇതിനെയും ഈ പറയുന്ന പോലെ നമുക്കൊരു സർക്കിളിൻ്റെ ഉള്ളിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഇതൊരു ഇൻഫിനിറ്റ് സ്ട്രിപ്പാണ്. ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഇതിങ്ങനെ ഇൻഫിനിറ്റ് ആയിട്ട് പോകുന്നുണ്ട്. ഇതിനെ നമുക്കൊരു സർക്കിളിൻ്റെ ഉള്ളിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. സോ ദിസ് ഈസ് ആൻ അൺബൗണ്ടഡ് സെറ്റ്. അതുപോലെ ഇത് നമ്മൾ നേരത്തെ കണ്ടതാണ്. അതായത് റിയൽ പാർട്ട് ഓഫ് സെറ്റ് ഗ്രേറ്റർ ദാൻ 2. ഇതാണ് ഞാനിവിടെ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. സോ ഇതിനെയും നമുക്കൊരു സർക്കിളിൻ്റെ ഉള്ളിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. സോ ആദ്യത്തെ സെറ്റ് എന്താണെന്നും കൂടി നമുക്ക് പറയാം. ദിസ് ഈസ് സെറ്റ് ഓഫ് ഓൾ z സച്ച് ദാറ്റ് ഇമാജിനറി പാർട്ട് ഓഫ് സെറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ റിയൽ പാർട്ട് ഓഫ് സെറ്റ് സ്ക്വയർ എന്നുള്ള സെറ്റാണിത്. അതായത് y ഗ്രേറ്റർ ദാൻ x സ്ക്വയർ. ഓക്കെ. നൗ എന്താണ് അക്യുമുലേഷൻ പോയിൻ്റ് എന്ന് നോക്കാം. അക്യുമുലേഷൻ പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എ പോയിൻ്റ് Z0 is said to be an accumulation point of a set if each deleted neighborhood of Z0 contains at least one point of S. നമ്മൾ റിയൽ ലൈനിൻ്റെ കേസിൽ ക്ലസ്റ്റർ പോയിൻ്റ് എന്താണെന്ന് ഡിഫൈൻ ചെയ്തിരുന്നു. അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഡെഫിനിഷനാണിത്. ഡിലീറ്റഡ് നെയ്ബർഹുഡ് എന്ന് പറയുമ്പോൾ
നമ്മൾ എടുക്കുന്ന എപ്സിലൺ നെയ്ബർഹുഡിൽ z0 ഉണ്ടാവരുത്. ഓക്കെ, സോ എപ്സിലൺ നെയ്ബർഹുഡ് മൈനസ് z0 ഷുഡ് ഇൻ്റർസെക്റ്റ് വിത്ത് എസ്. ഓക്കെ, എസ് ഇൻ്റർസെക്ഷൻ എപ്സിലൺ നെയ്ബർഹുഡ് ഓഫ് z0 മൈനസ് z0 ഷുഡ് ഹാവ് എ നോൺ എംപ്റ്റി ഇൻ്റർസെക്ഷൻ. ഇതിനെയാണ് നമ്മൾ അക്യുമുലേഷൻ പോയിൻ്റ് എന്ന് വിളിക്കുക. അപ്പോൾ നമുക്ക് ക്ലോസ്ഡ് സെറ്റിൻ്റെ ഡെഫിനിഷൻ ഇങ്ങനെയും പറയാം. എ സെറ്റ് ഇസ് ക്ലോസ്ഡ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് കണ്ടെയ്ൻസ് ഓൾ ഇറ്റ്സ് അക്യുമുലേഷൻ പോയിൻറ്റ്സ്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, സപ്പോസ് ഐ എം ടേക്കിംഗ് എസ് ആസ് സെറ്റ് ഓഫ് ഓൾ ഐ ബൈ എൻ വെർ എൻ ഇസ് ഈക്വൽ ടു 1 2 3 എക്സെട്ര. അപ്പോൾ എന്താണ് നമ്മൾ എടുത്തിരിക്കുന്ന സെറ്റ് എന്ന് നോക്കാം. ഇതാണ് ഐ. Then so I by 1 is here, then I by 2 is here, I by 3 is here, I by 4 is here, I by 5 will be here. So its accumulation point is nothing but 0. 0 is the only accumulation point of this set. Okay, because you take any neighborhood of or any deleted neighborhood of 0, it will contain at least 1 I by n. ഓക്കെ, അതുകൊണ്ട് 0 ഇവിടെ ഒരു അക്യുമുലേഷൻ പോയിൻ്റ് ആണ്. 0 മാത്രമേ അക്യുമുലേഷൻ പോയിൻ്റ് ആവുള്ളൂ. ഇവിടെ 0 എന്ന് പറയുന്നത് ഈ സെറ്റിലില്ല. ഐ ബൈ എൻ അല്ല 0. സോ 0 ഇസ് നോട്ട് എൻ എലമെൻറ്റ് ഓഫ് ദി സെറ്റ്. അപ്പോൾ നമുക്ക് പറയാം ദിസ് സെറ്റ് എസ് is not a closed set, because തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞു എ സെറ്റ് is closed if and only if it contains all its accumulation point. ഇവിടെ 0 ഒരു അക്യുമുലേഷൻ പോയിൻ്റ് ആണ്, പക്ഷേ 0 ഈ സെറ്റിലില്ല. അതുകൊണ്ട് തന്നെ എസ് ഒരു ക്ലോസ്ഡ് സെറ്റ് അല്ല എന്നും നമുക്കിവിടെ പറയാൻ പറ്റും.